ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിന്റെ ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ഏകദിന പരമ്പരയിലെ ആധികാരികമായ പ്രകടനത്തിന് ശേഷം കളി ഇനി T20യുടെ വേഗമേറിയ ട്രാക്കിലേക്ക് മാറുകയാണ്. ഡിസംബർ 9 ചൊവ്വാഴ്ച ഒഡീഷയിലെ കട്ടക്കിലെ ബാരാവതി സ്റ്റേഡിയത്തിൽ വെളിച്ചം വീഴുമ്പോൾ സൂര്യകുമാർ യാദവും സംഘവും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയ്ക്ക് തുടക്കമിടും. ഏകദിന പരമ്പര നൽകിയ ആത്മവിശ്വാസം കൈമുതലാക്കിയാണ് ഇന്ത്യ ഇറങ്ങുന്നതെങ്കിലും T20 ഫോർമാറ്റിന്റെ അപ്രവചനീയത മത്സരത്തെ തീപാറുന്നതാക്കുമെന്നുറപ്പ്. ടീമിലെ മാറ്റങ്ങളും പരിക്കിൽ നിന്നുള്ള സൂപ്പർ താരങ്ങളുടെ തിരിച്ചുവരവും മലയാളി താരം സഞ്ജു സാംസണിനെ കാത്തിരിക്കുന്ന സുപ്രധാന നാഴികക്കല്ലും ഈ പരമ്പരയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. 5 മത്സരങ്ങൾ അടങ്ങിയ ദൈർഘ്യമേറിയ പരമ്പരയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന ഈ മത്സരങ്ങൾ വ്യത്യസ്തമായ പിച്ചുകളിലും കാലാവസ്ഥയിലുമാണ് അരങ്ങേറുക എന്നത് ഇരു ടീമുകൾക്കും വെല്ലുവിളിയാണ്. ആദ്യ പോരാട്ടം നടക്കുന്നത് ഡിസംബർ 9 കട്ടക്കിലെ ബാരാവതി സ്റ്റേഡിയത്തിലാണ്. സ്പിന്നർമാരെ തുണയ്ക്കാറുള്ള ചരിത്രമാണ് ഇവിടെയുള്ളതെങ്കിലും മഞ്ഞുവീഴ്ച നിർണായകമാകും. രണ്ടാം പോരാട്ടം നടക്കുന്നത് ഡിസംബർ 11 പഞ്ചാബിലെ മുല്ലാപൂർ സ്റ്റേഡിയത്തിലാണ്. മൊഹാലിയിലെ പുതിയ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം പേസർമാർക്ക് അനുകൂലമായേക്കാം. മൂന്നാം പോരാട്ടം നടക്കുന്നത് ഡിസംബർ 14 ഹിമാചലിലെ ധർമ്മശാല സ്റ്റേഡിയത്തിലാണ്. തണുപ്പേറിയ കാലാവസ്ഥയും സ്വിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചും ബാറ്റർമാരെ പരീക്ഷിക്കും. നാലാം പോരാട്ടം നടക്കുന്നത് ഡിസംബർ 17 ലക്നൌവിലെ ഏഖാന സ്റ്റേഡിയത്തിലാണ്. പരമ്പരാഗതമായി ലോ സ്കോറിംഗ് ത്രില്ലറുകൾക്ക് വേദിയാകാറുള്ള മൈതാനം. അവസാന പോരാട്ടം നടക്കുന്നത് ഡിസംബർ 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. പരമ്പരയുടെ വിധി തീരുമാനിക്കുന്ന ഫൈനൽ പോരാട്ടത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയാകും. ഇന്ത്യൻ ടീം മാനേജ്മെന്റിന് ഏറ്റവും ആശ്വാസം നൽകുന്ന വാർത്ത ശുഭ്മാൻ ഗില്ലിന്റെ തിരിച്ചുവരവാണ്. പരിക്കിനെ തുടർന്ന് ഏകദിന പരമ്പര നഷ്ടമായ ഗിൽ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് വൈസ് ക്യാപ്റ്റന്റെ റോളിലാണ് T20 ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗില്ലിന് ഈ പരമ്പര നിർണായകമാണ്. ടീമിന്റെ ഉപനായകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം, ബാറ്റിംഗിലെ തന്റെ സ്വാഭാവിക ശൈലിക്ക് കോട്ടം തട്ടാതെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം. യശസ്വി ജയ്സാളിനൊപ്പമോ അഭിഷേക് ശർമ്മയ്ക്കൊപ്പമോ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്ന തുടക്കം ഇന്ത്യയുടെ കൂറ്റൻ സ്കോറുകൾക്ക് അടിത്തറയിടും. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ നീലക്കുപ്പായത്തിൽ തിരിച്ചെത്തുന്നത്. പരിക്കുകളും വിശ്രമവും കഴിഞ്ഞ് ഉന്മേഷവാനായി എത്തുന്ന ഹാർദിക്കിന്റെ സാന്നിധ്യം ടീം ബാലൻസിനെ അത്ഭുതകരമായി മാറ്റും. 6ാം ബൗളറായും ഫിനിഷറായും ഹാർദിക് നൽകുന്ന സംഭാവനകൾ